welcome to our new Bedwar episode. അപ്പോൾ ഇന്ന് നമ്മൾ ബെഡ്വാർ കളിക്കാൻ പോണത് വെല്ലിക്കി സെർവറിലാണ്. അപ്പോൾ നമ്മുടെ മാച്ച് സ്റ്റാർട്ട് ആവാറായി. സ്ക്വാഡാണ് മോഡ്. ഓക്കെ, നമ്മൾ ബ്ലൂ ആണ്. ഫസ്റ്റ് തന്നെ നമുക്ക് പോയിട്ട് ബെഡ് മൂടുന്നതിന് ഞാൻ ബെഡൊന്നും മൂടാൻ നിൽക്കാറില്ല. ഞാൻ നേരെ സൈഡിലോട്ട് ബ്രിഡ്ജ് ചെയ്യാറാണ് പതിവ്. ഇവിടെ അതൊന്നും കാണാത്ത വീടുണ്ട്. പിന്നെ ഞാൻ വെനം എന്ന് പറഞ്ഞൊരു എടുത്തിട്ടുണ്ട്. വെനത്തിൻ്റെ അവരെന്തോ ഒരു പാക്ക് ബെഡ്വാറിൻ്റെ ഇങ്ങനെ സ്പീഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചിലർക്ക് ഉണ്ടാവാറുണ്ട്. അതൊന്നും മൈൻഡാക്കേണ്ട ആവശ്യമില്ല. ഇത് കുറേ നാളായിട്ട് വീഡിയോ ഇടാറില്ല. എന്താണെന്ന് വെച്ചേക്ക് അങ്ങനെ ശരിയാണില്ല. എനിക്കവിടെ മൂടങ്ങോട്ട് വരുന്നില്ല വീഡിയോ ഇടാൻ. ഒരുത്തനോട് നിലത്തേക്ക് പോയി. ഡയമണ്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ചെറിയ ലാഗും വന്നു. ഗ്രീനിൻ്റെ ബെഡ് സുഖമായിട്ട് എടുക്കാൻ പ്രശ്നമായിട്ടൊന്നുമില്ല. അങ്ങോട്ട് പോകാനുള്ള വൂളില്ല. അപ്പോൾ നമുക്ക് പോയിട്ട് വൂള് വേണ്ടിയിട്ട് തരാം. പിന്നെ ഇന്ന് വൈകുന്നേരം ചിലപ്പോൾ ഒരു ലൈവ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഉറപ്പ് പറയുന്നില്ല. ബെഡ്വാർ ലൈവ് തന്നെ ആയിരിക്കത്. ഇവന്മാരാണെങ്കിൽ ബെഡ് മൂടില്ല. അതാ ബെഡ് പോയി. യെല്ലോൻ്റെ ബെഡ് പോയിട്ടുണ്ട്. എന്താണ് മാര് വരുന്നുണ്ട്. ഇതാണെങ്കിൽ റെഡി ആവണില്ല. ഓക്കെ, പിന്നെ അതിൽ വലിയ രീതിയിലുള്ള എഡിറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. ഞാൻ കളിക്കുന്നത് അങ്ങനെയുള്ള എടുത്താണ് ഇടുകയാണ്. ഇത് എഡിറ്റ്സ് ഇല്ലാത്തൊരു എപ്പിസോഡായിരിക്കും ഈ ഒരു എപ്പിസോഡ് ബെഡ്വാറിൻ്റെ. അതെ അതെ അതെ. പിന്നെ ഞാൻ ഇപ്പം എൻ്റെ സ്കിൻ എടുത്തുന്നത് ഇത് FTT എന്നുള്ളൊരു യൂട്യൂബറിൻ്റെയാണ് സ്കിന്ന്. ഞാൻ അവിടെ എനിക്ക് വേറെ സ്കിൻ എൻ്റേതായിട്ടുള്ള സ്കിന്ന് റെഡി ആവുന്നുണ്ട്. ഞാൻ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്കിന്നിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. ഇനിയും ചെറുതായിട്ടുള്ള കുറച്ച് പണികളുണ്ട്. അപ്പോൾ ആ പണികളിൽ തീർന്നാൽ ഞാൻ വെക്കുന്നതായിരിക്കും. ഇതിൻ്റെ ബെഡ് പോയാൽ അപ്പം ഇനി സാരില്ല. നമുക്ക് ഫൈനൽ ചെയ്യാവുന്ന 4 എണ്ണം വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഈ ഇടയ്ക്കെന്താ എൻ്റെ ഫ്ലിപ്പൊന്നും രജിസ്റ്റർ ആവാത്തെ? ഇങ്ങനെ ചില സമയത്ത് ബ്ലോക്ക് ലാഗൊക്കെ വരാറുണ്ട്. അവനവിടെ ഷോപ്പിലുണ്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുക. മിക്കതും അവൻ്റെ കയ്യിൽ ഫയർവാൾ ഉണ്ടാവാൻ ചാൻസ് വളരെ അധികമാണ്. അവൻ അയൺ ആർമറൊക്കെയാണ്. എൻ്റേതാണെങ്കിൽ ഒന്നുമില്ല. അയൺ സ്വാഡ് കാര്യങ്ങളൊക്കെയാണ് അവൻ. നമ്മൾ സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവന് മനസ്സിലാവും നമ്മൾ വന്നിട്ടുണ്ടെന്ന്. അതുകൊണ്ട് നമ്മൾക്ക് ഇതെന്താ സൗണ്ട് മെല്ലെ പോയിട്ടാണ് അടിക്കുക. അവനെ കൊന്നു. ജസ്റ്റ് മിസ്സാണ്. അവനാണെങ്കിൽ ഫുൾ അയൺ ആർമറും കൊണ്ട് ഇരിക്കുകയാണ്. എൻ്റെ ഒരു ആർമർ പോലും ഇല്ല. അവൻ്റെ അയൺ സ്വാഡും ഉണ്ട്. അപ്പം നമുക്കൊരു അയൺ സ്വാഡ്. ഇപ്പം വരെ അയൺ ആർമറായി. ഞാൻ മാത്രം ആവാത്തുള്ളൂ. നമുക്കൊരു അയൺ ആർമറായിട്ട് പോവാം. ലാഗായി. അയൺ ആർമറും ഒരു സ്വാഡ് നമുക്ക് സ്റ്റോണിൻ്റെ ആക്കാം. അപ്പോൾ അതിന് വേണ്ടി ഗ്രൈൻഡ് ചെയ്യണം.
പിന്നെ ഇപ്പോൾ ഇത് വലിയ രീതിയിൽ ലൈറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഇങ്ങനെ തന്നെ എടുക്കുകയാണ്. നമുക്ക് എന്നാലേ ഒരു അയൺ സ്വാഡ് കൊണ്ട് പോവാം. പിന്നെ ഇതിൻ്റെ IP ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം. നെറ്റ്വർക്കിലാണ് ഇതിൻ്റെ IP. തുടങ്ങി തന്നെ ഗൂഗിൾ മതി. ഇതാ play.venkimc.com അല്ല .com അങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. പിന്നെ നമുക്ക് നേരെ അവൻ്റെ ബേസിലോട്ടേക്ക് ഒന്നുകൂടി പോവാം. അവനവിടെ ഉണ്ടായാൽ മതിയായിരുന്നു. ചെറിയ രീതിയിലുള്ള ലാഗ് വരുന്നുണ്ട്. അത് റെക്കോർഡ് ചെയ്യണതിൻ്റെയാണ്. അത് മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. റെക്കോർഡ് ചെയ്യുമ്പോൾ ചെറിയ ലാഗ് വരും ഏത് പാക്ക് ഇട്ടാലും. അവനവിടെ ഫാസ്റ്റിലൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. അല്ല എനിക്കൊരു കാര്യം ചെയ്യട്ടെ. ഞാൻ ഇതൊക്കെ കൊണ്ടിട്ട് അവിടെ കൊടുക്കണം. ഇത് വേണമെങ്കിൽ വന്നാൽ പോരെ. റെഡ് ഉണ്ട് അവിടെ. അപ്പോൾ അവന്മാർ നമുക്ക് ഫൈറ്റ് ആവും. അതിന് ശേഷം നമുക്ക് മെല്ലെ പോയിട്ട് റെഡിനെ കൊല്ലാം. അവൻ എന്തെങ്കിലും വാങ്ങാൻ നിൽക്കട്ടെ. അവൻ ഷിഫ്റ്റ് അടിച്ചു. നമുക്ക് ഷിഫ്റ്റ് അടിക്കാം. ആരും കാണാതെ നമുക്ക് കുറച്ച് നേരം ഇവിടെ അങ്ങനെ ഷിഫ്റ്റ് അടിച്ച് നിൽക്കാം. അവനെന്തായാലും അങ്ങനെ നിൽക്കണേ. ലാഗ് ഇവിടെ ഫുള്ള് ബ്ലൂവിൻ്റെ ടീം വന്നു. ഇവിടെ എന്തായാലും കൊല്ലണം. എനിക്ക് ലാഗ് ഫുള്ള് ലാഗ് അടിച്ചിട്ടാണെങ്കിൽ കഴിഞ്ഞേക്കല്ലോ. റെക്കോർഡ് ചെയ്യുമ്പോഴുള്ള ലാഗാണത്. ഫയർ ബോളും വാങ്ങിച്ച് പോവാൻ വേണ്ടി അടുത്തേക്ക്. ഫയർ ബോൾ ഇനി അവന്മാരുടെ ബേസിലോട്ട് പോവുക. അതാ ഒരു റെഡ്. അവിടെ പോയിട്ട് പൊട്ടിക്കടാ. അമ്മേ പോയേനെ വിട്ടു ഒക്കെ അടുത്തനെത്തി. നല്ല രസമുണ്ടായി ആ മ്യൂസിക്. ഓപ്പൺ സിറ്റി ഓപ്പൺ കൊടുക്കാം. ഓപ്പൺ ആയിരിക്കും കുറച്ചും കൂടിയും നമുക്ക് ലാഗ് ഇല്ലാത്തത്. കുറച്ച് മാപ്പുകൾ ഉണ്ടാവും ലാഗൊക്കെ ഉള്ളത്. അയ്യോ പിന്നെ ഈ പാർക്കോർ മാപ്പ് കളിക്കാം നമുക്ക്. ഇങ്ങനെ പാർക്കോറൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ രീതിയിലുള്ള ലാഗൊക്കെ ഉണ്ടാവും. റെക്കോർഡ് ചെയ്യണതിൻ്റെയാണ് വേറെ ഒന്നിൻ്റെ അല്ലത്. അയ്യോ പോയി. പിന്നെ ഇതാണ് കേട്ടോ സ്കീറ്റിയുടെ സ്കിന്ന്. നല്ല രസമുണ്ട് എന്തായാലും. ഞാൻ പിന്നെ ഇതിപ്പോൾ എനിക്ക് വേറെ സ്കിന്നൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇട്ടതാണ്. FTT കാണുന്നുണ്ടെങ്കിൽ സോറി. ഞാൻ കുറേ സ്കിന്ന് തപ്പി. അപ്പോൾ അതിൽ ഏറ്റവും നല്ലത് ഇതായിട്ടാണ് തോന്നിയത് ബെഡ് വരെ കളിക്കാൻ. ഇതാരൊക്കെയാണ് ബ്ലൂ ആണ് കിട്ടാൻ. സൈഡ് സ്വിച്ച് അല്ലത്. സൈഡ് സ്വിച്ച് ഞാൻ ഓപ്പണിനാണ് വോട്ട് ചെയ്തത്. ആർക്കൊക്കെയോ സൈഡ് സ്വിച്ചിൽ വോട്ട് ചെയ്തിട്ട് ഞാൻ ഒരു സ്റ്റാക്ക് ബോൾ എടുക്കുക. ഫസ്റ്റ് ഞാൻ ബെഡ് വാർ കളിക്കണമെങ്കിൽ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ബെഡ് പൊട്ടിക്കണമെങ്കിൽ നിങ്ങൾക്ക് പൊട്ടിക്കാം, പൊട്ടിക്കണമെങ്കിൽ പൊട്ടിക്കണ്ട. ഇനി ബെഡ് നോക്കണമെങ്കിൽ എനിക്കറിയില്ല ബെഡ് നോക്കേണ്ട കാര്യം. പിന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ സൈഡിലോട്ട് ബ്രിഡ്ജ് ചെയ്യണം. ഒരിക്കലും മിഡിലോട്ട് ബ്രിഡ്ജ് ചെയ്യാൻ പാടില്ല. മിഡിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. സൈഡിൽ നിന്ന് പോയാൽ അവിടെ റെഡിൻ്റെ ബേസ്. അവിടെ പോയിട്ട് നമ്മൾ വൂള് എടുക്കുക. ഫസ്റ്റ് തന്നെ നമ്മൾ അവിടെ താഴെ പോയിട്ട് 17 അയൺ ആവണത് വരെ വെയിറ്റ് ചെയ്യുക. ഇതേപോലെ സ്പീഡ് ബ്രിഡ്ജ് ചെയ്താൽ പോയതുപോലെ ഇപ്പോൾ പോവും. അത് വേറെ കാര്യം. നമ്മൾ എല്ലാം സാവകാശം വേണം ചെയ്യാൻ. ഞാൻ വേണമെങ്കിൽ ഇതെങ്ങനെ ബ്രിഡ്ജ് ചെയ്യാം. എനിക്ക് അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ താഴോട്ട് പോവും. ചില സമയങ്ങളിൽ അത് നടക്കില്ല. കാരണം ബ്ലോക്ക് ലാഗ് വരുന്ന സെർവറാണേ.
ഇങ്ങനെ ചെയ്യുക. ഇത്രയും അടുത്തൊക്കെ തന്നെ മതി. ഇവിടെ ഡയമണ്ട് കൂടി ഇവിടെ 2 എണ്ണം. എനിക്ക് അവന്മാരുടെ അടുത്തേക്ക് പോകാനുള്ളതില്ല. 19 എണ്ണം വെച്ച് ഞാനെങ്ങനെ അവന്മാരുടെ അടുത്തേക്ക് പോകുക? അവന്മാരെ ബെഡ് സുഖമായിട്ടിരിക്കുക. ആനിമിൽ എൻ്റെ ബേസിലോട്ട് വരുന്നുണ്ടോ? അതൊന്ന് നോക്കണം. സൈഡ് സിറ്റി V1 ആണോ V2 ആണോ? V1 ആണെങ്കിൽ അല്ല V2 ആണെങ്കിൽ ഇത് V1 ആവുന്നു. V1 ആണെങ്കിൽ നമുക്ക് താഴെക്കൂടെ ഒരു സ്ഥലത്ത് കൂടെ പോവാം. വീട്ടിലെത്താണ്ട് 16 തന്നെ നേടാണ്. ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ ആക്കുക. ഓക്കെ, അപ്പം നമുക്ക് അവന്മാരെ ബേസിലോട്ടേക്ക് പോകാനുള്ള റൂളും കാര്യങ്ങളായിട്ടുണ്ട്. എൻ്റെ ഇപ്പം ഈ രീതിയും വരുന്നുണ്ട് തോന്നുന്നു. അതോ അവൻ അവിടെ ഇവൻ്റെ സേഫ്റ്റി നിൽക്കാനാണെന്ന് തോന്നണം. അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അവനും വെറുതെ ഇവിടെ കിടന്ന് ബ്ലോക്ക് വേസ്റ്റ് ആക്കുന്നുണ്ട്. അവൻ്റെ കാര്യം കഴിഞ്ഞ്. റെഡ് ആരും ഇല്ലാത്തപ്പോൾ നോക്കി വേണം പോവാൻ. അവന്മാർ എന്ത് വെച്ചിട്ടാണ് അവൻ മൂടിയുന്നത്? ഓക്കെ, നമുക്കെന്നാ ഏത് ഫോണ്? ഇവിടെ ഒരുത്തുണ്ട്. ഇൻവിസിബിൾ പോർഷൻ അടിച്ച അവനടാ ഫോണ് ഗ്രീന്. ഈ ഫൈനൽ എനിക്ക് വേണം. അതന്നെ ബെഡ് കറക്റ്റ് സമയത്ത് പൊട്ടിച്ച്. ആരാ പൊട്ടിച്ചേ? ഏത് ടീമാ? ആരാ പൊട്ടിച്ചത്? ഗ്രീൻ തന്നെ അല്ലേ? അല്ല, റെഡ്. നീ ഇപ്പം ഇവിടെ വന്നിട്ട് ഇപ്പം എന്താ ചെയ്യാനാ? ആരോ എന്തോ എങ്ങനെയോ വാങ്ങിച്ചിട്ടുണ്ട്. ലാഗാണെങ്കിൽ അതിനെ കാണണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്, ബെഡ് വാറിൻ്റെ. അപ്പോൾ നമുക്ക് നാളെ കാണാം. അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ചിലപ്പോൾ ഞാൻ ലൈവ് ഉണ്ടാവും. ഓക്കെ, ബൈ.